5.5 വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഗുരുനാഥനും വല്യേട്ടനും എല്ലാമാണ്. ഞാൻ പിന്നെ പൂച്ചക്കുട്ടാന്നൊക്കെ വിളിക്കും. അവസാനിപ്പിച്ച സാറ് പറഞ്ഞു, ഇതാണ് പാട്ട്, നീ എന്താന്ന് വെച്ചാൽ കാണിച്ചു. കർമ്മ കൊടിയടിട്ട് നലിപ്പുണ്ടുകേ. പൂച്ചയുടെ ഒക്കെ ഫാന. ചില ആൾക്കാരെ അപ്പൊ നന്നായിട്ട് പാടിയാലും അങ്ങനെ പിന്നെയും പാടിക്കും അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തന്നെയല്ലേ ഇപ്പൊ പാടി, പിന്നെ എന്നാന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് വെച്ച് അച്ഛനും അമ്മയും വെളിയിൽ പോകാൻ പറഞ്ഞു അവര് ഞാൻ പറ്റിയായിരുന്നു. എന്താണോ ഞാൻ മുറുകേണ്ടത്, പറയാൻ പൂച്ചയുടെ ഒക്കെ ഫാന. അതെ, അത് നമ്മുടെ എറണാകുളം VK സുഭാഷ് അറിയോ, ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്നു. അത് ഇന്റർനാഷണൽ അവാർഡൊക്കെ ലഭിച്ച അദ്ദേഹം ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, VK സുഭാഷ് ചേട്ടൻ. എൻ്റെയും ഡോക്യുമെന്ററി എടുത്തിട്ടുണ്ട്, സല്യൂട്ട് എന്നും പറഞ്ഞു, എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞു, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു താങ്ക് യു ചേട്ടാ, എന്താന്ന് ചോദിച്ചു. എന്താ ചേട്ടാ? അപ്പോഴാണ് പറഞ്ഞത്, നാഷണൽ അവാർഡ് ഉണ്ട്, അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, ഇതാ ഇപ്പം TV യിൽ അനൗൺസ് ചെയ്തു പറഞ്ഞു. സർപ്രൈസ് ആയിപ്പോയി. എന്നെ ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലേ ഇത്രയും വേഗം ആകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച പോലെ ആഗസ്റ്റിലൊക്കെ ആയിരിക്കുള്ളൂ, നീളുന്നൊക്കെ വിചാരിച്ചു. പ്രതീക്ഷ ഉണ്ടായിരുന്നു. മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, ദീപു സാറും പറഞ്ഞു, ലിറിക്സ് മനു മഞ്ജിത്തേട്ടനും ജിതിൻ ലാൽ സാറും ഒക്കെ പറഞ്ഞു. പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അവാർഡ് മണക്കുന്നുണ്ട്. ഒരു അറ്റെന്നുള്ള സിനിമയിൽ അത് വന്നായിരുന്നു. അറ്റ് എന്നുള്ള സിനിമയിൽ പോയി മാഞ്ഞു പോകുന്ന ഒറ്റയാണ് പാട്ട്, മറന്നു. കുറച്ചൊരു മെലഡിയും ഉണ്ടായിരുന്നു, ഇടയ്ക്കൊരു ശ്ലോകവും ഉണ്ടായിരുന്നു, അതിലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതായി. ചേച്ചിയുടെ കുറിച്ച് പറയുമ്പോൾ പല പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ കുട്ടിയായിരുന്നപ്പോൾ നേരെ ചൊവ്വേ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാട്ട് പാടി തുടങ്ങി എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലോട്ടൊന്ന് പോകുമ്പോൾ സംഗീതത്തിന്റെ ആദ്യം ഈ തുടക്കം എനിക്കൊന്ന് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ, 4 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എനിക്കൊന്ന് സിന്ധു ഭൈരവയൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്കൊന്ന് അതിലത്തെ ഒരു പാട്ട്, ചിത്ര ചേച്ചി പാടിയ പാട്ടൊക്കെ കേട്ട്. 4 വയസ്സിലാണ്? 1.5 വയസ്സിലല്ലേ? 1.5 വയസ്സാണോ? 1.5 വയസ്സിലെ പാടി തുടങ്ങിയ സിന്ധു ഭൈരവിയിലെ. അതെ, ഞാൻ ജനിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, 1981 ഒക്ടോബർ 7. ഇപ്പോൾ പിറന്നാളിൽ പോയി വരും കേട്ടോ, വിജയദശമി നാളിലാണ്. അതിനുശേഷം അച്ഛനവിടെ ചെന്നൈയിലെ ഇലക്ട്രോണിക് വർക്കായിരുന്നു. ഞങ്ങൾ 5 വയസ്സ് വരെ അവിടെയായിരുന്നു. അവിടെ വെച്ചാണ് 1.5 വയസ്സിൽ പാടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അച്ഛനമ്മയൊക്കെ പറഞ്ഞു, ആൾക്കാർ ഇപ്പോഴും പാട്ട് കേൾക്കാൻ വേണ്ടി ചുറ്റും ഇരിക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലമായിരുന്നു. അതിനുശേഷം 5 വയസ്സിൽ കേരളത്തിൽ വൈക്കത്ത് വന്നു. ആദ്യമായി ദാസേട്ടൻ്റെയും MS അമ്മയുടെയും ബാലമുരളി സാറിൻ്റെയും ചെമ്മാങ്കുടി സ്വാമികൾ, ചെമ്പൈ സ്വാമികൾ, എല്ലാവരുടെയും, എല്ലാ മ്യൂസീഷ്യൻസ്, എല്ലാ സംഗീത ആചാര്യന്മാരുടെയും കാസറ്റുകൾ കേട്ടായിരുന്നു പഠനം ആരംഭിച്ചത്. 5 വയസ്സിൽ തന്നെ. അതെ. 5.5 വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. അത് യു ലഹന്നാൻ അറിയോ, മാതൃഭൂമിയുടെ ലേഖകൻ. എനിക്ക് ആദ്യമായിട്ട് 5.5 വയസ്സിൽ പത്രത്തിലൂടെ പ്രോത്സാഹനം നൽകിയത് അദ്ദേഹമായിരുന്നു. കുഞ്ഞച്ചൻ മാമൻ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. അദ്ദേഹമാണ് ആദ്യം പത്രമാധ്യമങ്ങളിലൂടെ പ്രോത്സാഹനം നൽകിയത്. അപ്പോൾ ദാസേട്ടനെ കാണാൻ അവസരം നൽകിയത്, ദാസേട്ടനൊന്ന് വൈക്കം TB ഹാളിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ യു ലഹന്നാൻ സാറും വൈക്കം വാസുദേവൻ നമ്പൂരി സാറ്, ദേവാനന്ദേട്ടൻ്റെ പിതാവ്,
അദ്ദേഹവും വേറൊരു പ്രതാപേട്ടനും കൂടെയാണ് ദാസേട്ടനെ കാണാനുള്ള സംസാരിക്കാനൊക്കെ അവസരം നൽകിയത്. ദാസേട്ടൻ അന്ന് ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിച്ച് ഞങ്ങൾ കീർത്തനാലാപനമായി തായെ യശോദ എന്നുള്ള ശാസ്ത്രീയ സംഗീതമാണ് നമ്മുടെ മെയിൻ പ്രൊഫഷൻ. ശാസ്ത്രീയ കീർത്തനമാണ് ആലപിച്ചത്. അങ്ങനെ രാഗാലാപനവും കീർത്തനവുമായിട്ട് 2 മണിക്കൂർ ലാളിക്കുക, വഴിയിലിരിക്കുക, അങ്ങനെയൊക്കെ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഗുരുദക്ഷിണ അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ആ അനുഗ്രഹവും കൂടെ ഉണ്ട്. എന്നെ എന്തെങ്കിലും ആയി തീരണമെങ്കിൽ ആ ഒരു അനുഗ്രഹവും കൂടിയാണ്. വായിൽ പോപ്പിൻസ് ഉണ്ട്, അതൊന്നും സൈഡിൽ കിടന്നു. അതെ, മാനസ ഗുരുവാണ് ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കും. ആ കാലത്ത് അതേപോലെ ഈ ടേപ്പ് റെക്കോർഡറും റേഡിയോ അതാണ് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്നുള്ളത്. ഇപ്പോഴും റേഡിയോയുടെ ആളാണേ. ഇപ്പോഴും റേഡിയോ കേൾക്കുക, പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അപ്പൊ ഈ മ്യൂസിക്കിന്റെ ആദ്യത്തെ ഈ പറഞ്ഞ ഒരു സ്പാർക്ക് ഉണ്ടെന്നൊക്കെ ഉള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ചതൊക്കെ ആരായിരുന്നു? അച്ഛനും അമ്മയും. അച്ഛൻ്റെ അമ്മയുടെയും പ്രോത്സാഹനമാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ പരിശീലനവും ഒക്കെയുണ്ട്. അച്ഛനും പരിശീലിപ്പിക്കുമായിരുന്നു. അതായത് 4.5 വയസ്സിലേ വൈക്കത്ത് സംഗീത ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു വൈക്കം കലാമണ്ഡലത്തിൽ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽപ്പിക്കുമായിരുന്നു, സാധകം ചെയ്യിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും പാടും, രണ്ടുപേരും സംഗീത. പിന്നെ അച്ഛൻ്റെ അമ്മയും പാടുമായിരുന്നു, സരോജിനി അമ്മ. സരോജിനി അമ്മയാണ് എനിക്ക്, അമ്മൂമ്മയാണ് വിജയലക്ഷ്മി എന്ന് പേര് നൽകിയത്. വിജയലക്ഷ്മി എന്ന ആൾ ജനിച്ചത് കൊണ്ട്. പിന്നെ കേട്ടിട്ടുണ്ട് ഗായത്രി വീണ, അതൊരു ഒരു വേറൊരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ അത്. അപ്പൊ അതിൽ എങ്ങനെയാണ് ഈ പാട്ടും ഗായത്രി വീണയും രണ്ടും കൂടെ? 1 മണിക്കൂർ വായ്പാട്ട്, 1 മണിക്കൂർ ഗായത്രി വീണയും കൂടെയാണ്. അതിലേക്ക് എന്താ ഗായത്രി വീണ ചൂസ് ചെയ്തിട്ടുണ്ടോ? അതെൻ്റെ ബ്രദർ ചെന്നൈയിൽ നിന്ന് വന്നായിരുന്നു, വിനോദ് എന്ന പേര്. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഒരു കളിവീണ നിർമ്മിച്ചു, ഒറ്റ കമ്പി ഉപയോഗിച്ച്. അതിൽ അച്ഛനോട് അമ്മയുടെ സ്പൂൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്പൂൺ കൊണ്ട് മൂവ് ചെയ്തുകൊണ്ട് സപ്തസ്വരങ്ങൾ എല്ലാം വായിച്ചു തുടങ്ങി, കീർത്തനവും സിനിമാ ഗാനവും. അതിനുശേഷം 1997 സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ മ്യൂസിക്കിന് 1ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ കുമ്മനം ശശികുമാർ സാറിനെ അറിയോ? സാറാണ് ഗായത്രി തമ്പുരു അന്ന് എനിക്ക് സമ്മാനം നൽകിയത്. അച്ഛനാണ് ഒറ്റക്കമ്പിയിൽ ഇലക്ട്രിഫൈ ചെയ്ത് തന്നത്. ഇപ്പം ഞാൻ വായിക്കുന്നത് അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ച വീണയാണ്. അതെ, ദേവി തന്നെ, സരസ്വതി ദേവി തന്നെയാണ് ഗുരു. പിന്നെ ഈ ഗായത്രി വീണയ്ക്ക് ഗുരുദക്ഷിണ സമർപ്പിച്ചത് പ്രശസ്ത വയലിൻ ചക്രവർത്തിയായ ശ്രീ കുന്നുപ്പുടി വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹമാണ് ഗായത്രി വീണ എന്ന് പേര് നൽകിയത്. ഇതിലാണ് ഡോക്ടറേറ്റ് 2017. പിന്നെ 6 മണിക്കൂർ 69 ഗാനങ്ങൾ വായിച്ച് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. ഈ ഇൻസ്ട്രുമെന്റ് വേറെ ആരെങ്കിലും വായിക്കുന്നവരുണ്ടോ ഇവിടെ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ ദാസേട്ടനെ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വേറെ ഒരു വീണ നിർമ്മിച്ച് ദാസേട്ടന് സമർപ്പിച്ചു, ഞാനും അച്ഛനും കൂടെ. പഠിക്കാനായിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട്? പക്ഷെ എനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല. കാരണം സാധാരണ വീണയെ പോലെ സ്വരസ്ഥാനങ്ങളൊന്നും ഇല്ല, നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് വായിക്കുന്നതാണ്. അതുകൊണ്ട് എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല. അതിലെല്ലാവരും ആരെങ്കിലും തനിയെ വന്ന് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലേ? നമുക്ക് ശേഷം ഒരാൾ വേണ്ടേ, വായിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അല്ല നമ്മൾ മാത്രം വായിച്ചാൽ മതി എന്നില്ലല്ലോ, അങ്ങനെയില്ല. ഇപ്പൊ സമയമില്ല, പഠിപ്പിക്കുമായിരുന്നു, ഇപ്പൊ ടൈമില്ല. ഈ സ്കൂൾ ലെവലിലുള്ള കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള കച്ചേരി അല്ലെങ്കിൽ ആ രീതിയിൽ എപ്പോഴാണ്, ഏത് കാലഘട്ടം തുടങ്ങിയത്? അത് 5.5 വയസ്സിൽ തന്നെ സീരിയസ് ആയി അന്ന് തന്നെ കച്ചേരികളും ഫംഗ്ഷൻസിനൊക്കെ പോവായിരുന്നു. അന്ന് തന്നെ പോവായിരുന്നു. ഇപ്പൊ എത്ര 39-40 വർഷം ആയോന്ന് അറിയില്ല. 40 വർഷമായി കാണൂല്ലേ? ഇത്രയായി കാണും. 5 വയസ്സിൽ തുടങ്ങിയതല്ലേ, അന്നേരം ഇപ്പോ ഇത്ര ആയി കാണൂലേ? അതെ അതെ, ആകുന്നു. ഈ എന്നാണ് 40? അടുത്ത വർഷമാണോ? അടുത്ത വർഷം ആയിരിക്കാം. ആഘോഷിക്കണ്ടേ? ഒന്നുമില്ല. നോ,
അങ്ങനെയൊന്നുമില്ല. പാടാൻ ഒരവസരം എന്നുള്ള രീതിയിലല്ലേ? അത് തന്നെ, അവസരം എന്നുള്ള രീതിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ. എപ്പോഴും വെറൈറ്റി കൃതികളെ പാടുകയുള്ളൂ. എല്ലാവരും പാടുന്നതന്നെ പാടില്ല. ഞാൻ അങ്ങനെ വെറൈറ്റിയുടെ ആളാണ് എല്ലാ കാര്യത്തിലും. അത് കൊച്ചിലെ അങ്ങനെയായിരുന്നു? കൊച്ചിലെ അത്. വരികളൊക്കെ എങ്ങനെയാ പഠിക്കാറ്? കേട്ട് അതെങ്ങനെ, എസ്പെഷ്യലി ചില പാട്ടിനൊക്കെ ഓരോ കോംപ്ലക്സ് ആയിട്ടുള്ള വരികളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാ പഠിക്കാൻ, മനപ്പാടാക്കാൻ? അത് ഒരു ദിവസം എടുക്കും കേട്ടോ. പിന്നെ ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളതാണെങ്കിൽ 2 ആഴ്ചയൊക്കെ സമയം തരാൻ പറയും. അങ്ങനെ കേട്ട് പഠിക്കും, രാവിലെ രാത്രിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്നേ പഠിക്കുകയുള്ളൂ, വാതിലൊക്കെ അടച്ചിട്ട് ഏകാഗ്രമായി. അപ്പോഴേ എനിക്ക് ഹൃദയസ്ഥമാവുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഫുൾ കോൺസെൻട്രേഷനിൽ. അത് തന്നെ. ഇപ്പോൾ വണ്ടി ഇരുന്നൊക്കെ കേട്ട് പഠിക്കാനാണ് നടക്കൂല കേട്ടോ. ഞാൻ പറയും, ചിലർ അപ്പം തന്നെ ഈ പരിപാടിയുടെ അന്ന് അയച്ചു തരും, പോണ വഴിക്ക് കേട്ട്. ഞാൻ പറയും അങ്ങനെ പറ്റൂല, 2-3 പ്രാവശ്യം അങ്ങനെ പറ്റൂല എന്ന് പറയും. അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ പഠനം, അതായത് മറ്റു പാഠ്യേതര വിഷയങ്ങൾ. ഒരു ദിവസമൊക്കെ മതിയായിരുന്നു ഒരു പാട്ട് ഫുൾ? അതെ അതെ. ഒറ്റയ്ക്ക് വിട്ടാൽ മതി. ഒറ്റയ്ക്ക് വിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യില്ല. അതെ, തനിച്ച് വിടുക അല്ലേ. അന്നേരം ലല്ലിയുമിയല്ലോ അല്ലേ ഈ കാര്യത്തിനല്ലേ. ഏതെങ്കിലും പാട്ട് ഇങ്ങനെ അന്ന് ഇപ്പൊ ഈ സിന്ധു ഭൈരവിയില് ഈ 400 സിന്ധു എന്നൊക്കെ ആ പാട്ട് പോലെ ഏതെങ്കിലും ഒരു പാട്ട് ആ കാലത്ത്, കുട്ടിക്കാലത്ത് കേട്ടപ്പോ എനിക്കും ഒരു ദിവസം ഇതുപോലെ സിനിമയിലെ പാടണമെന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ പാട്ട്? അങ്ങനെയാ, അങ്ങനെ തോന്നിയത് ഏതൊക്കെയായിരുന്നു? ഏതോ വാർമുകിൽ അല്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പാട്ടുകളില്ലേ, സംഗീതമേ അല്ലെ, അത് തന്നെ. അതുപോലത്തെ ക്ലാസിക്കൽ ടൈപ്പ് സാധനങ്ങൾ പാടണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ പാട്ടുകളൊക്കെ, പാർത്ഥസാരഥി ഭാവയോ അതുപോലത്തെ ടൈപ്പ്, അങ്ങനെയൊക്കെ നിറയെ കീർത്തനങ്ങൾ. ഇപ്പം എൻ്റെ സൂര്യപുത്രിക്ക് അതിൽ പീലിലാമ്മ ഒരു കീർത്തനമായിട്ടില്ല, അതുപോലത്തെയൊക്കെ പാടണമെന്ന് തോന്നിയിട്ടുണ്ട്. ശ്രീ ശിവസുധ എന്ന് ആ സിനിമ കണ്ടായിരുന്നു, അതിൽ പാടിയിട്ടുണ്ട്. അതിൽ രാഗം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് രുക്മാമ്പരിയാണേ, അപൂർവ രാഗം അത്. ശ്രീ ശിവസുത പദകമല സേവിതം, ഭയങ്കര ഇഷ്ടമാണ്. അതെ, മറ്റേ ശ്രീവിദ്യാമേടം കച്ചേരി നടത്തുന്നില്ലേ, രാഗം ഇതാണേ. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ പിന്നെ കായംകുളം ബാബുചേട്ടനാ പറഞ്ഞത് രുക്മാമ്പരി എന്നാണ് ആ രാഗത്തിന്റെ പേര്. ബാക്കി ആ വരി ഒന്ന്, അടുത്ത വരി ഒന്ന് പാടിക്കും ഓച്ചരുവ. അടുത്ത വരി എങ്ങനെയാത്? അത് അടുത്ത വരി മറന്നുമില്ല, പണ്ട് കേട്ടതാ. ശ്രീ ശിവസുത പദകമലസേവിതം. അടുത്ത വരി എന്തുവാ ഉണ്ടായത്? യൂട്യൂബിലിട്ട കേൾക്കാരും. അനന്തനാദി അന്തം. പിന്നെ ഈ രാഗത്തിലെ രുക്മാമ്പരിയിൽ വേറൊരു പാട്ടുണ്ട്, പാടി ദ്രുതപദതാളം മേളം അനുപദമാടി താളം നൃത്തം. രവീന്ദ്രൻ മാഷയുടെ അതിലുള്ളതാണോ? സിനിമാ പാട്ടല്ലേ ഇത്? സിനിമ പാട്ട് ഏതാത്? ഗാനമേളയോ? ഗാനമേള ആണോ? ഗാനമേളയില്ല, അതിന് മുമ്പേ ഉള്ളു. അതിൽ നല്ല പാട്ടത്. രാഗം ഇതായിരുന്നു മാമ്പരി. ഹംസധ്വനിയിലെ ശുദ്ധരിഷഭം. സംഗീതം പഠിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. അല്ല, നിങ്ങളും പഠിക്കുന്നില്ലേ? ആർക്കെങ്കിലും സംഗീതം അറിയാവുന്നവർക്കൊക്കെ സംഗീതം അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇതിപ്പോ ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്താറുണ്ട്, അതുപോലെ തന്നെ സിനിമ പാട്ടുകളും പാടാറുണ്ട്. ഗാനമേളയിലും ഏതാണ് ഏറ്റവും സന്തോഷം തരുന്നത്? ഇതിൽ ഏതാണ് ഏറ്റവും ചെയ്യാൻ ഇഷ്ടം? കച്ചേരിയാണ്. അതെ, അതിനുശേഷം മറ്റെന്തും. കച്ചേരിക്ക് അതിന് പ്രാധാന്യം കൊടുക്കുന്ന കച്ചേരിക്കാണ്. ബാക്കി അതും ചെയ്യും കേട്ടോ. പിന്നെ ഭക്തിഗാനമേള, ഭജൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ അല്ലേ, ഇപ്പം ഭജൻസ് എന്ത് രസമല്ലേ, വേറൊരു മൂടത്. നന്ദഗോവിന്ദം എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടം. അതുപോലത്തെയൊക്കെ അവരോടൊക്കെ പാടണമെന്നുണ്ട്. അവർ വിളിച്ചാൽ അങ്ങോട്ട് വന്നിട്ടുണ്ടോ അങ്ങനത്തെ ആൽബം ചെയ്യാനായിട്ടോ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഭജന ആൽബം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഉണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ അഭംഗൊക്കെ പാടാൻ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഭജൻസിൻ്റെ വന്നിട്ടുണ്ട്, നാടൻ പാട്ടുണ്ട്, അതൊക്കെ പാടുന്നുണ്ട്. അതെ, മെലഡി ഗാനങ്ങളും ഇപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. മെലഡി ഗാനങ്ങൾ ഇപ്പോൾ തമിഴും തെലുങ്കിലും കന്നഡയിലൊക്കെയാണ് കൂടുതലും തോന്നുന്നു.
മലയാളത്തിലും വന്നിട്ടുണ്ട്. ഇപ്പം മധുരം ഈ ജീവിതം, ആ സിനിമ ഇറങ്ങിയായിരുന്നു, അതിൽ പാടിയിട്ടുണ്ടേ. പിന്നാണ് സുബ്ബരാമൻ സാറ്, അതായത് മ്യൂസിക്കാരൻ അങ്ങനെയൊക്കെയാണ് പുതിയ ആൾ. അപ്പോൾ അതിലൊരു ക്ലാസിക്കലും ഉണ്ട്, ഇച്ചിരി മെലഡി ഉണ്ട്, അത് പാടിയിട്ടുണ്ട് കേട്ടോ. മണ്ണായി തീരുന്നു കേട്ടായിരുന്നു ആ പാട്ട്? ആ ഇന്ന് ഇറങ്ങുന്നത് അത് തന്നെ. മണ്ണായി തീരുന്നു മൺചിരാതിൽ മറോട് ചേരുന്നു, അങ്ങനെ മെലഡിയ. സിനിമയിൽ പാടുമ്പോൾ കൂടുതലും മെലഡിയും കുറച്ച് ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകളാണ് പാടുന്നത്. ആ അത് ഇഷ്ടമാണ്. അതല്ലാതെ ശ്രമിക്കാൻ താല്പര്യമുണ്ടോ? ആ അടിച്ചുപൊളിയും പാടുന്നുണ്ടല്ലോ ഇപ്പോൾ ഇഷ്ടം പോലെ. തമിഴിലും മലയാളത്തിലും കുറേ പാടിയില്ലേ, കൈക്കോട്ട് കൂടെ കുറേ പാടി, അഞ്ജനമണിയും അതും നല്ലതല്ലേ, നല്ല ഗുമ്മുള്ള പാട്ടുകൾ. ഭക്തിഗാനവും അതെ. ഇടയ്ക്ക് പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ ഇത്തിരി കൈക്കൊട്ട പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ മാത്രം ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് പോലെ തോന്നിയിരുന്നു. അങ്ങനത്തെ പാട്ടുകൾ മാത്രം ഓഫർ പോലെ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാ സംഗീതം തന്നെ നമുക്ക് ഏതായാലും സ്വീകരിക്കുക, അതാണ്. ഈ ആദ്യമായിട്ട് സിനിമയിലോട്ട് വരുന്ന എൻട്രി കാറ്റേ കാറ്റേ എന്നുള്ള ഫസ്റ്റ് സോങ് ശരിക്കും സിനിമയിൽ അതായിരുന്നു, കാറ്റേ കാറ്റയാണ്. അതെങ്ങനെയാണ് അത് വന്നത്? അത് എം ജയചന്ദ്രൻ സാറും കമൽ സാറുമാണ് അതിനുള്ള അവസരം നൽകിയത്. ഞാൻ ആത്മീയ യാത്ര എന്നുള്ള ചാനലിൽ അമൃതവർഷിണി രാഗം ആലപിക്കുന്നത് എം ജയചന്ദ്രൻ സാർ കേട്ടു. ആനന്ദ അമൃത കർഷിണി എന്നുള്ള മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയുണ്ട്, അത് പാടുന്നത് അദ്ദേഹം കേട്ടപ്പോൾ MS സുബ്ബലക്ഷ്മി അമ്മയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് കമൽ സാർ ഒരു പഴയകാല ചിത്രം നിർമ്മിക്കുന്നുണ്ട്, അതിൽ ഓപ്പൺ സിംഗിങ്, ഓപ്പണായിട്ട് പാടുന്ന ഫീമെയിൽ വെർഷനും മെയിൽ വെർഷനും ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ പേരും G ശ്രീരാമേട്ടൻ്റെ പേരും ജയേന്ദ്ര സാർ സജസ്റ്റ് ചെയ്തു. അത് ജീവിതത്തിൽ നമുക്കൊരു വഴിത്തിരിവായി. നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എം ജയചന്ദ്രൻ പറഞ്ഞത് എൻ്റെ വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചത്, എൻ്റെ മകള് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ആത്മബന്ധം മകൾ അത് തന്നെ. എന്നെ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഗുരുനാഥനും വല്യേട്ടനും എല്ലാമാണ്. വല്യേട്ടൻ ഞാൻ പിന്നെ പൂച്ചക്കുട്ടാന്നൊക്കെ വിളിക്കും. അന്ന് പാട്ട് ചെയ്യുന്ന സമയം അതെങ്ങനെയായിരുന്നു? ആദ്യമായിട്ടാണല്ലോ സിനിമയിൽ പാടുന്നത്, അപ്പൊ അത് ഈ കച്ചേരിയിൽ നിന്നും അതൊക്കെ ഒരു ഡിഫറെന്റ് ആണല്ലോ. ആ പ്രൊഡക്ഷൻ ആ ഒരു ഇത് എങ്ങനെയാന്നുള്ളതെന്ന് ഓർത്ത് പറയാമോ? അന്ന് എനിക്ക് എന്തോ ഫുഡ് പോയ്സണും വന്നു, പിന്നെ ചുമയും വന്നു, ആകെ പ്രശ്നമായിട്ടൊക്കെ ഉണ്ടായിപ്പോയി. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, സാറില്ല സാറേ കൊളാകുമോ സാർ, ആദ്യമായിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ സാറ് പറഞ്ഞു കൊളായിക്കോട്ടെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ധൈര്യമൊക്കെ തന്ന് അങ്ങ് പാടി. ഇടയ്ക്ക് മിമിക്രിയൊക്കെ പറഞ്ഞു സാറ് മിമിക്രിയുടെ ആളാണ്. ഞാൻ ഇങ്ങോന്നൊക്കെ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞ് നല്ല രസമാണ്. ചേച്ചി ചെറുപ്പത്തിൽ ഇതേപോലെ ഈ റേഡിയോ, ഈ നേരത്തെ പറഞ്ഞ റേഡിയോ കേട്ടിട്ട് റേഡിയോയിലെ കേൾക്കുന്ന പോലെ മിമിക് ചെയ്ത് പാടാൻ ശ്രമിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. പാരഡി ഉണ്ട്. ജാനകിയമ്മ പാവം, ജാനകിയമ്മയെ പോലെയൊക്കെ ഇന്നലെ ജാനകിയമ്മയുടെ കൂട്ടൊക്കെ പാടിയായിരുന്നു. ആരൊക്കെയായിരുന്നു മെയിനായിട്ട് ഇങ്ങനെ അങ്ങനെ മിമിക് ചെയ്തുകൊണ്ടിരുന്നത്? ജാനകിയമ്മയും വാണിയമ്മയും പീലീലമ്മ, MS അമ്മയുടെ ഒരുമാതിരി ഒത്തു വന്നിട്ട്. ചിത്ര ചേച്ചി, സുജാത ചേച്ചി നല്ല രസമല്ലേ. ചിത്ര ചേച്ചി സുജാത ചേച്ചിയുടെ കൂട്ടാണ് വേണ്ടേ. അതെ, ഞങ്ങൾ പരിചയക്കാരെ, ഞങ്ങളിപ്പോഴും കൂട്ട് തന്നെയാണ് കേട്ടോ. ശരസാറുമായിട്ടും അതെ. ഞാനിങ്ങനെ ആലോചിക്കും, ശരസാറിനെ എന്നെയും കൂടെ ഒന്നിച്ച് ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ചാനലിലോ പത്രത്തിലോ എവിടെയെങ്കിലും. ഗുരുവായൂർ അമ്പലത്തിൽ, ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിനെ കഴിഞ്ഞ ഡിസംബർ 3 സാറിന് ശബ്ദമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ പുറകെ ഇരുന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോഴാണ് സാറ് തന്നെ എന്നോട് ചോദിച്ചു, വിജയലക്ഷ്മി ഒന്ന് പാടാമോ? ഞാൻ പറഞ്ഞു പാടാം, പിന്നെന്താ, എനിക്ക് തീരെ പറ്റണില്ല. അപ്പോൾ ഈ ശ്രുതി, സാറിൻ്റെ ശ്രുതി വേറെയാണ്, ഒരു കട്ടയാണ്. ഞാൻ പറഞ്ഞു പാടാൻ ശ്രമിക്കാം, പറ്റുന്ന പോലെയൊക്കെ പാടാം സാറേ എന്ന് പറഞ്ഞു. പിന്നെ ഞാനും പാടി. സാറിന് ഒട്ടും മേലെ പാവം. എന്നിട്ട് അറിയാവുന്നതൊക്കെ, അപ്പോൾ അതറിയാവോ ഇതറിയാവോ എന്നൊക്കെ ഞാൻ എല്ലാം അറിയാമായിരുന്നു. സാറ് പാടാൻ പറ്റിരുന്നൊക്കെ എനിക്ക് അറിയാവുന്നതായതുകൊണ്ട് കൊള്ളാം, അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ എന്ത് ചെയ്തേ. അപ്പോൾ സാറ് എല്ലാം അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് സാറും
മൈക്കിൽ കൂടെ പറയണ കേട്ടു. എല്ലാം അറിയാം. ഇത് യൂട്യൂബിലുണ്ട്, കണ്ടായിരുന്നോ? എന്തൊക്കെയാ പാടിയത്? ആദ്യ പാതാപി, കൃഷ്ണ നീ ബേഗനെ ബാരു, ഒരു തേവാരമുണ്ട് ഒற்றுമൈ ചേർവത് മെയ് ഇണയെ, തമിഴ്, മോഹനരാഗത്തിൽ. അങ്ങനെ പ്രണതോസ്മി സാറിൻ്റെ പാട്ട്, ഗുരുവായൂർ ഉപദേശം, പിന്നെ യോഗീന്ദ്രാണം. പിന്നെ കുഴൽമന്നൻ രാമകൃഷ്ണൻ സാറ് ഒരു എഴുതി ട്യൂൺ ചെയ്തു. അത് പിന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് സാറ് എങ്ങനെയൊക്കെയോ പാടി ഒപ്പിച്ച്. അതെൻ്റെ കയ്യിൽ തരാൻ പറ്റുമായിരുന്നെങ്കിൽ പേപ്പർ പാടാമായിരുന്നു. പേപ്പർ നോക്കിയിട്ട് ട്യൂൺ ചെയ്ത് പാടാമായിരുന്നു. ഇപ്പോൾ അത് ഞാൻ അല്ലേ സാറ് തന്നേനല്ലേ. അപ്പോൾ ഞാനെങ്ങനെയും പാടിപ്പോയേനെ. അപ്പോൾ സാറ് തന്നെ ഒരു വിധത്തിൽ അതിൽ നോക്കി പാടി ഒപ്പിച്ചു. പിന്നെ യോഗീന്ദ്രാണം നമ്മൾ തന്നെ പാടി. സാറ് ഏറ്റവും താഴെ ഇങ്ങനെ പതുക്കെ മൂളി തന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സാറ് പറയാം, വിജയലക്ഷ്മി എൻ്റെ കച്ചേരി കേൾക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിജയലക്ഷ്മിയുടെ കച്ചേരി കേൾക്കേണ്ട ഇതായി ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലെത്തിയത്. പിന്നെ മഴവിൽ മനോരമയിൽ ശ്രീരാഗമോ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. ഇനിയും പാടണമെന്നൊക്കെ ഉണ്ട്. ശരത് സാറിൻ്റെയും ഇളയരാജ സാറിൻ്റെയും പിന്നെ വിദ്യാസാഗർജി, AR റഹ്മാൻ സാർ ഇതിനൊക്കെ കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പാടുമ്പോ യൂഷ്വലി ഭയങ്കര ഓപ്പൺ ആയിട്ടാണല്ലോ പാടുന്നത് സിനിമയിലാണെങ്കിലും. അതല്ലാത്ത രീതികളിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്? ഉണ്ട്, പാടിയിട്ടുണ്ട്. ഈ ശ്രുതി ഹൈ പിച്ചാണെങ്കിലേ, മെയിൽ ശ്രുതിയൊക്കെ ആണെങ്കിൽ ഹെഡ് വോയിസ് ഉപയോഗിക്കും. അങ്ങനെയും പാടിയിട്ടുണ്ട്. ഗാനമേളയ്ക്കും അങ്ങനെ പാടാറുണ്ട്. പുതിയ പുതിയ സ്റ്റൈലുകൾ ഉണ്ടല്ലോ പാട്ടില്. ഇപ്പൊ റാപ്പ് സോങ്സ് വരുന്നുണ്ട്. ഉണ്ട്, ആസ്വദിക്കാറുണ്ട്. നല്ല രസമല്ലേ? പാടി ശ്രമിക്കാറുണ്ടോ? പാടി നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ മാനത്ത് പറക്കണ കാക്കാനും അങ്ങനെയൊക്കെ പറയും. അതൊക്കെ പാടിയിട്ടുണ്ട്. വേഡൻസിൻ്റെ നല്ലതാണ്. മിനിങ്ങാന്ന് ഫ്ലവേഴ്സിൻ്റെ അവാർഡിനുണ്ടായിരുന്നു. പക്ഷെ മിണ്ടാൻ പറ്റിയില്ല, കഷ്ടമായിപ്പോയി വേടേട്ട്. അങ്ങനെയുള്ള ഈ റാപ്പേഴ്സോ അല്ലെങ്കിൽ ഈ പുതിയ ന്യൂ ജനറേഷൻ ഈ ഫ്യൂഷൻ മ്യൂസിക് അങ്ങനെയൊക്കെയുള്ളവർ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, കൊളാബറേറ്റ് ചെയ്ത് വല്ലതും ചെയ്യാനായിട്ടോ? ഉണ്ട്. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഫ്യൂഷൻ ഇപ്പം ക്ലാസിക്കൽ ഫ്യൂഷൻ തന്നെയാണ്. പരിയാനം പറ്റ ബാബുരാജേട്ടൻ, പിന്നെ അഭിജിത്തിൻ്റെ കൂടെയൊക്കെ കൂടണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ വയലിൻ വായിക്കുന്നത് പരിയാനം പറ്റ ബാബുരാജേട്ടനും പ്രകാശ് ഉള്ളേരി ചേട്ടനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഫ്യൂഷൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ മ്യൂസിക് പ്രകാശ് ഉള്ളേരി ചേട്ടൻ്റെ കൂടെ ഫ്യൂഷൻ മ്യൂസിക് നല്ല രസമല്ലേ? ഉരിയാട്ടോ അദ്ദേഹം ഒരു സംഭവമാണ്. നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പച്ചില എന്നൊരു സിനിമ പാടിയിട്ടുണ്ട്. പ്രകാശ് ഉള്ളേരി ചേട്ടൻ സംഗീതം നൽകി. അത് ഒന്നും ആയിട്ടില്ലായിരിക്കും അല്ലേ? പച്ചില അതൊന്നും ആയിട്ടില്ല. അച്യുതാവതാരം കണ്ടായിരുന്നു. അച്യുതാവതാരത്തിലെ ഒരു പാട്ട് 5 ഭാഷയിൽ പാടിയിട്ടുണ്ട്. ഈ ഭാഷ മാറി പാടുമ്പോൾ, വേറെ പുതിയ ഭാഷകളിൽ പാടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നാറുണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ ബേസ് ഉള്ളത് കൊണ്ട് എല്ലാ ഭാഷയിലും കൃതികളുണ്ട്. അത് കാരണം ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഈ മോഡുലേഷനും അതൊക്കെ സ്വയമായിട്ട് അവിടെ ഇപ്പൊ കച്ചേരികൾക്കൊക്കെ അങ്ങനെയാണല്ലോ, പാടുന്ന ആളുടെ ഒരു ഇമോഷണൽ എനർജി അതനുസരിച്ചിട്ടാണല്ലോ ഒരു പാട്ട് പോകുന്നത്. മറ്റേത് അങ്ങനെ ആ ഒരു ഫ്രീഡം കിട്ടാറുണ്ടോ? അങ്ങനെയാണോ? കയ്യിൽ നിന്ന് ഇടാന്ന് പറയില്ലേ? ഉണ്ട്. അവര് പറയുമ്പോ തന്നെ കയ്യിൽ നിന്നിട്ടോളാൻ പറയും. ഇപ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലാണ്ട് ചെയ്യൂല. അങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? ഏതെങ്കിലും ഒരു പാട്ടിൽ അങ്ങനെ ഇംപ്രൂവ് ലാസ്റ്റ് മിനിറ്റ് സ്റ്റുഡിയോ പോയി? എല്ലാ പാട്ടിലും ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് പാടുന്ന പോയിരേ നിന്റെ, അങ്ങനെ അവസാനിപ്പിച്ച സാറ് പറഞ്ഞു ഇതാണ് പാട്ട്, നീ എന്താന്ന് വെച്ചാൽ കാണിച്ചു. അങ്ങനെ അപ്പൊ ഇതുപോലെയൊക്കെ സംഗതി ഇട്ട്. പിന്നെ കച്ചേരിക്കും അതിലും ഇതുപോലെ അതിൽ ഇംപ്രൂവൈസേഷൻ ഒന്നുകൂടെ ചെയ്യുമ്പോൾ സാറ് പറയും ഇത് അന്നത്തേലും ഒന്നുകൂടെ ഗംഭീരമായെന്ന് പറയും. ജയേന്ദ്ര സാറും അങ്ങനെ കാറ്റേക്ക് ഇംപ്രൂവൈസ് ചെയ്തപ്പോൾ ഇത് പുതിയ സംഗതിയൊക്കെ കണ്ടുപിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാർ റെക്കോർഡിങ് സമയത്ത് അങ്ങനെ സമ്മതിക്കൂല കേട്ടോ. അത് സാറ് മാത്രം അങ്ങനെ പറയാം. ഞാൻ ശരി ഓക്കെ എന്ന് പറയും. ഞാൻ പറയും സാറ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇംപ്രൂവൈസ് ചെയ്യുള്ളൂ, ഇല്ലേ ഞാൻ ചെയ്യൂല. എനിക്ക് പേടി, വെറുതെ എന്തിനാ വഴക്ക് കേൾക്കണല്ലേ. ഉണ്ട്. ഇല്ല, ഇന്നേ വരെ ഇല്ല കേട്ടോ. ദൈവം സഹായിച്ച് നമ്മളതിന് ഇട കൊടുത്തിട്ടില്ല.
ആരുടെ കയ്യൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ചലഞ്ചിങ് ആയിട്ട് പാടിയ സോങ് ഏതാണ്? റെക്കോർഡ് ചെയ്യുമ്പോഴായിരുന്നു ബുദ്ധിമുട്ട് തോന്നിയത്? അത് മറന്നുപോയി, പാട്ട് മറന്നു. തെലുങ്കായിരുന്നു. അത് അവിടെ ചെന്ന് പഠിച്ച് പാടിയതായിരുന്നു. ഇച്ചിരി ലെങ്തി ആയിരുന്നേ. പിന്നെ 2 ദിവസമായിരുന്നു പാടാനെടുത്ത്. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കൂടി. ഞാൻ പറഞ്ഞു മേലിൽ പാട്ട് അയച്ചു തന്നിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും ടൈം തന്നിട്ട് എന്നെ വിളിക്കാവുള്ളേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള പാട്ട് വരും. തെലുങ്ക്. അയ്യോ നൂജനായിരുന്നു. അയ്യോ അതിന് പറഞ്ഞു ഹൈദരാബാദിൽ. തെലുഗു ആയിരുന്നു. മലയാളത്തിൽ അങ്ങനെ ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടൊന്നല്ല, പക്ഷെ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയ, ചെയ്ത് കഴിഞ്ഞിട്ട് ഓ ഇത് കളിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും? ചലഞ്ചിങ് ആയിട്ടില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇല്ല, ചലഞ്ചിങ് ആയിട്ടുള്ളവരും വരണമല്ലേ. ചലഞ്ചിങ് ആയിട്ട് വന്നത് വെങ്കടേശ്വര സുപ്രഭാതം, ലളിത സഹസ്രനാമം, ശ്യാമള ദണ്ഡകം, കാലഭൈരവ അഷ്ടകം. അത് ഞാൻ 2 ആഴ്ച. ലളിത സഹസ്രനാമം പണ്ടേ പഠിച്ചതാണ്. വെങ്കടേശ്വര സുപ്രഭാതം 2 ആഴ്ച കൊണ്ട് പഠിച്ചാൽ പാടിയത്. MS അത് യൂട്യൂബിലുണ്ട് കേട്ടോ. അതിപ്പോൾ പാടാവൂ. ഉച്ചക്ക് അത് യൂട്യൂബിലുണ്ട്, കേൾക്കുവോ രാവിലെ? ആ അതാണ് എന്റെയും കൂടെ. എങ്ങനെയുണ്ടെന്ന് പറയണേ, വിളിക്കുവോ കേട്ടിട്ട്? തെലുങ്കില് കന്നഡയിലൊക്കെ പാടുന്നു സോങ്സ് ഒക്കെ ഈ ക്ലാസിക്കൽ ബേസ്ഡ് ആണ്. ബിക്കോസ് അവിടെ ഈ ക്ലാസിക്കൽ ബേസ്ഡ് സോങ്സ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മലയാളത്തിലാണ് ഈ രാഗം ബേസ്ഡ് ആണ് കുറെ ഫിലിം മ്യൂസിക് പോലും. അതെ അതെ. കന്നഡയിലും തെലുഗിലും ഒക്കെ അങ്ങനെയാണോ? കന്നഡയിൽ ഇപ്പം കൂടുതലും മെലഡിയൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ പോലെ തന്നെ തെലുഗുവിലും മെലഡിയും വരുന്നുണ്ട്. ക്ലാസിക്കൽ പാടിയിട്ടുണ്ട്. രാജരാജ ചോര എന്നും പറഞ്ഞ സിനിമ, പ്രപഞ്ച ജിഷ്ണു എന്നൊക്കെ പറഞ്ഞ് ക്ലാസിക്കലാണേ തെലുഗുവിൽ. അത് കേട്ട് നോക്കണേ, പ്രപഞ്ച ജിഷ്ണു എന്നും പറഞ്ഞു. അതുണ്ട്. കന്നഡയിലും ഇച്ചിരി മെലഡി ഉണ്ട്. മെലഡിയും അടിച്ചുപൊളിയും വന്നിട്ടുണ്ട്. തുളു പാടിയിട്ടുണ്ട്. തുളുവിൽ അതിന് കർണാടക സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് കേട്ടോ. അതിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ഈ വർഷം. അത് ഇച്ചിരി അടിച്ചുപൊളിയുണ്ട്. താരാട്ടും കൂടിയാണ്, ഫോക്കും താരാട്ടും കൂടെ ചേർന്ന് തുളുവിൽ. കന്നഡയിലും അതുപോലെയുണ്ട്. പിന്നെ തുളു വേറൊരു കർമ്മ കൊടിയടിട്ട് നലിപ്പുണ്ടുകേ നിരല ಬರಿ ಬರಿಟೇ നടപ്പുണ്ടുകേ ಬೇಗರ ಪನಿ ಪನಿട്ട് ಬರತಿಂಡುಗೇ ಅವನು ಮದ ಪುನಗ ಚಲಿಪುಂಡುಗೇ ಆರಿರಾರೋ ಓ ಆರಿರಾರೋ ಆರಿರಾರೋ ഓ ആരിരാരോ. താങ്ക് യു. ഇതാണ് സംഭവം. ഇങ്ങനെ റെക്കോർഡിങ്സും ലൈവ് ഷോസും കച്ചേരിയൊക്കെ കൊണ്ട് ഒത്തിരി വരുമ്പോൾ വോയിസ് ഇതാക്കുന്നേ വോയിസ് റെസ്റ്റ് എടുക്കും. പിന്നെ ഇപ്പം ഗാനമേളയ്ക്ക് ഗസ്റ്റായിട്ട് പോകുമ്പോഴേ വേറെ ആൾക്കാർ പാടുമല്ലോ. വേറെ ആൾക്കാർ പാടി ബഹളത്തിനിടയ്ക്ക് എന്നോട് എല്ലാവരും സംസാരിക്കാൻ വരും. ഞാൻ മിണ്ടൂല. അപ്പം നമ്മൾ അതിൽ ഒച്ചയെടുത്ത് പറയുമ്പോൾ നമുക്ക് വോയിസ് സ്ട്രെയിൻ ആവും. പിന്നെ നമുക്ക് അടുത്തത് പാടാറാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ മിണ്ടൂല. അപ്പോൾ അന്നേരം അച്ഛനും അമ്മയും പറയും ഇതുകൊണ്ടാണ് മിണ്ടാത്തത്, ഇങ്ങനെ സ്ട്രെയിൻ ആവും, ഇത് ഒരു ഗ്യാപ്പിലേ വർത്താനം പറയുള്ളൂ എന്ന് പറയും. ഇല്ലില്ല, അതൊന്നുമില്ല. എരിവ് കുറവാണ്. ഐസ്ക്രീം ഒന്നും കഴിക്കില്ല. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടല്ല മറ്റേ മുളക് വറുത്തുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. എനിക്ക് പേടിയായി, തൊണ്ടയിൽ പോയി പോലെ ചുമയ്ക്കുമോ പ്രശ്നമായാലോ, പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ കഴിച്ചില്ല. അതെ അതെ. പോപ്പിൻസ്, പോളോ, ടിക്ടാക്ക്, വലിയ മിഠായി, നാരങ്ങ മിഠായി ഇഷ്ടം. കൊക്കോയോ എല്ലാം കഴിക്കും കേട്ടോ. ഇത് പാട്ടുകളിൽ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് എങ്ങനത്തെ രീതിയിലുള്ള വെറൈറ്റി? റെയർ രാഗാസ് ഉണ്ട്. ബാലമുരളി സാറിനെ പോലുള്ള വ്യക്തികളുടെ കുറേ വെറൈറ്റി കൃതികളുണ്ട്. അതൊക്കെ പാടും. പിന്നെ പഴയ സിനിമാ ഗാനങ്ങളിൽ ആരും പാടാതെ കിടക്കുന്ന കുറേ പാട്ടുണ്ട്. ചഞ്ചലിത, കൽപ്പക പൂജ്വല, ഹിന്ദോള രാഗത്തിൻ്റെ ഓളങ്ങളിൽ, വിലാസലോലുപയായി, അങ്ങനെ ആരും പാടാതെ എല്ലാം ശിവമയം, ഇതൊക്കെ എടുത്ത് പാടും. ഇതാണ് നമ്മുടെ പരിപാടി.
റിക്വസ്റ്റ് ആൾക്കാർ ചെയ്യാറുണ്ടോ ഇങ്ങനെ റെയർ സോങ്സ്? അതോ തന്നെ എല്ലാം തന്നെ കണ്ടുപിടിച്ച് പാടണം. ഒരു മണി അലക്സ ഉണ്ട്, അലക്സ വഴി. സ്വന്തമായിട്ട് ഏതെങ്കിലും പാട്ട് തന്നെ ക്ലാസിക്കൽ 2 വർണ്ണം 9 കീർത്തനവും ദില്ലാനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആൽബമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഒരു ഉണ്ട്, കച്ചേരിക്ക് പാടും. ഈ ആൽബം പ്യൂർലി ക്ലാസിക്കൽ ആൽബമായിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? അതും ചെയ്യണമെന്നുണ്ട്. ശരിയാ. പിന്നെ പോപ്പുലർ കീർത്തനങ്ങളും ഒക്കെ എല്ലാവരും ഇപ്പം ജയശ്രീമയുടെ ഇല്ല കണ്ണൂർ, അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ശരസാറ് ചെയ്യുന്ന പോലെയൊക്കെ കുറച്ച് വെറൈറ്റി അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അമൃതം എന്നും പറഞ്ഞ ഒരു ആൽബം ഇല്ലേ ശരസാറിൻ്റെ, എന്താ സംഭവം, അതൊക്കെ അങ്ങനത്തെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. കീർത്തനങ്ങൾ വിജയലക്ഷ്മി പാടുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഭാവം, ആർദ്രതയും ഒക്കെ വളരെ കൂടുതലായിട്ട്, അതെന്താ ഈ കീർത്തനങ്ങളോട് ഭയങ്കരമായിട്ടുള്ള മനസ്സിൽ അങ്ങനെ ഭക്തിയുടേതാണോ? അതെ, ഭക്തിയും കീർത്തനങ്ങളോടുള്ള ഇഷ്ടവും അതൊക്കെയാണ് ഭക്തിപൂർവ്വം പാടുന്നത്. പിന്നെ എം ജയേന്ദ്ര സാറും ക്ലാസ് എടുക്കും കേട്ടോ, ഇമോഷൻസ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഒന്നും കൂടി ഇതായി സാറിൻ്റെ കൂടെ കൂടിയപ്പോൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനം ഏതാണ്? കനകാംഗി രാഗത്തിൽ ശ്രീഗണനാഥം ഭജാമ്യഹം ദാസേട്ടൻ്റെ ഉണ്ട്. എം ജയേന്ദ്ര സാറും അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ജയേന്ദ്ര സാറ് പാടുന്ന സ്റ്റൈല് ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീഗണനാഥം ഭജാമ്യഹം ശ്രീകരം ചിന്തിതാർത്ഥഫലദം ശ്രീകരം ചിന്തിതാർത്ഥഫലദം ശ്രീഗണനാഥം ഭജാമ്യഹം. ഇതന്നെ ദാസേട്ടൻ പാടിയത്. ശ്രീഗണനാഥം ഭജാമ്യഹം. 2 സ്റ്റൈലും എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഏതാ? കുറേ രാഗങ്ങളുണ്ട്. ഇപ്പം പറഞ്ഞ കനകാംഗിയുണ്ട്, മുഖാരി, ഷഹാന, ഹിന്ദോളം, മധ്യമാവധി, സിന്ധുഭൈരവി, റയർ രാഗാസ് കുറേ ഇഷ്ടമാണ്. കുറേ ഉണ്ട്. യോഗിനി, വാസന്തി, രുക്മാംബരി. ഇപ്പം പറഞ്ഞ രുക്മാംബരി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒരെണ്ണം കിട്ടി, ഐമുഖൻ, പുതിയ ഒരെണ്ണം കിട്ടി, ഐമുഖൻ. കീരവാണിക്ക് ഋഷഭമില്ല. നമ്മുടെ രമണനിലെ പാട്ടില്ലേ പ്രാണനായക, ബേലിയിലാമ്മ പാടിയത്, ഇതാ രാഗം കേട്ടോ. ഓരോ പുതിയ രാഗം കണ്ടുപിടിക്കുമ്പോഴും ഒരു പ്രത്യേക സന്തോഷം. അത് കിട്ടി. ഇനിയോടെ പാടാലും. തില്ലാന, ബാലമുരളി സാറിൻ്റെ തില്ലാനൊക്കെ എന്തെന്ന്. ലാൽഗുഡി സാറിൻ്റെ ഇഷ്ടം കേട്ടോ. ലാൽഗുഡി ജി ജയറാമൻ സാർ എൻ്റെ മാനസ ഗുരു, പരിചയപ്പെടാൻ പറ്റിയില്ല, കഷ്ടമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ തില്ലാനകളും ഇഷ്ടമാണ്, വർണ്ണവും ഇഷ്ടം. നമ്മൾ ശരി ഒരിടത്ത് ലാൽഗുഡി ജയറാമൻ സാറിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഞാൻ. ഇപ്പോഴാണ് കേട്ടോ, ദൈവം ഞാൻ ഇപ്പോഴേ ഓർത്ത്, പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ റെക്കോർഡിങ്ങോ ഇല്ലെങ്കിൽ കച്ചേരിയോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം എങ്ങനെയാണ് ചെലവഴിക്കുക? ഈ പാട്ട് അന്ന് ഒരു റെസ്റ്റ് എടുക്കാൻ അൺവൈൻഡ് ചെയ്യാന്നൊക്കെ പറയില്ല, അത് എന്താ ചെയ്യാ? അന്നേരം കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കും. അച്ചാറുണ്ടാക്കുക. പിന്നെ വാഴയില അരിഞ്ഞിട്ട് ചുമ്മാ തോരൻ പോലെ സാങ്കല്പികമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. വാഴയില കൈകൊണ്ട് ഇങ്ങനെ വീഴാന്നിരിക്കും. പിന്നെ അച്ചിങ്ങാപ്പയർ ഒടിക്കുക, അമ്മയെ സഹായിക്കുക, ഉള്ളിയുടെ തൊലി കളയുക, വെളുത്തുള്ളിയുടെ തൊലി കളയുക, ചീര, പിണ്ടിയൊക്കെ വട്ടത്തിലമ്മ അടിഞ്ഞ് ഞാൻ ചെറുതാക്കും. ഇങ്ങനെയൊക്കെ പരിപാടി. ഉണ്ട്. ചുമ്മാ മൂളിപ്പാട്ട് എന്തെങ്കിലും പാടിക്കൊണ്ടിരിക്കും. പൂമാല കെട്ടുക, അതും ഉണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. ആ പരിപാടിയുണ്ട്, അതും ഇഷ്ടം. അതെ വൈക്കത്തപ്പൻ, ഉദയനാരത്തപ്പൻ, മൂകാംബിക ദേവി, എല്ലാവരും നമ്മളാരെയും വിടൂല കേട്ടോ. വിഘ്നേശ്വരൻ മുതൽ എല്ലാവരെയും, ഒരു ദൈവത്തെ നമ്മൾ വിടത്തില്ല. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഇത്തിരി മൂഡ് ഓഫ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്ഥിരം കേൾക്കുന്ന ചില പാട്ടുകളോ ചില ടൈപ്പ് ഓഫ് പാട്ടുകളൊക്കെ ഉണ്ടാവില്ല.
ആ ചേച്ചിക്ക് അങ്ങനെ ഒരു പേഴ്സണലി റിലാക്സ് ചെയ്യാൻ കേൾക്കുന്നത് ഏതായിരിക്കും? ക്ലാസിക്കലാണ്. ക്ലാസിക്കലിൽ തന്നെ ഏത് ടൈപ്പ്? സന്തോഷമുള്ള രാഗം, മോഹനരാഗമൊക്കെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗായകന്റെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഗായികയുടെ ഉണ്ട്. ബാലമുരളി സാറിൻ്റെ കൂടുതൽ, ദാസേട്ടൻ്റെ കേൾക്കും. കൂടുതലും ബാലമുരളി സാറിൻ്റെ റെയർ റിലീസ്. അത് കേട്ടാലെല്ലാം ഇവിടെ മറക്കും. അങ്ങനെയാണ്. പിന്നെ ആരും എൻ്റെ തമാശ ഒരു വഴക്കിന് വന്നായിരുന്നു ഞാൻ ഈ പാട്ടും കേട്ടോണ്ടിരിക്കും. ആരൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്ത്യയില ഞാൻ മിണ്ടാതെ പാട്ടും കേട്ടിരിക്കും. ഹിന്ദുസ്ഥാനിയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കോളേജ് തലത്തിൽ. ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല, കേൾവിജ്ഞാനം കൊണ്ട് ചുമ്മാ പാടുന്നതാണേ, ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. കുറേ എല്ലാത്തിനും ഉണ്ട്. ഉണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഹിന്ദുസ്ഥാനിയായിരുന്നു. മറ്റേ ഒരു ഭക്തിഗാനത്തിലും ഉണ്ടായിരുന്നു, സിനിമാ ഗാനത്തിലും ഉണ്ട്, ഭക്തിഗാനത്തിലും ഉണ്ട്. മയിൽ പീലിത്തണ്ടെന്ന് ഒരു ഉന്മേഷ് സൗപർണിയുടെയാണേ. കരുതി വച്ചു എൻ്റെ കണ്ണൻ്റെ കേൾക്കുവാനായി. ദേവസഭാതിലൊക്കെ ഞാൻ പാടാറുണ്ട് കച്ചേരിക്ക്. എന്തോ പാട്ടല്ലേ ഇത്, അത് കച്ചേരിക്ക് ഞാൻ പാടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കസു എന്നൊരു റഷ്യൻ ഇൻസ്ട്രുമെൻ്റ്, അതും വായിക്കും. കരോക്കെ ആയിട്ട് വായിക്കും വീട്ടിലിതാണ്. കസു കൊണ്ട് പിന്നെ മൃദംഗവും തബലയും ഘടവും കീബോർഡും തകിലൊക്കെ ചുമ്മാ പഠിക്കാണ്ട് വെറുതെ വായിക്കും കേട്ടോ. ചെയ്യാറുണ്ട്. ചെറുതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, വെറുതെ ഒരു വായിക്കുന്നത് കേട്ടു ചുമ്മാ വായിക്കുന്നത്. മൃദംഗം ഇല്ല, റിതം പാഡ് സമ്മാനം കിട്ടിയതാണ്. അത് തന്നെ. കീബോർഡ് സ്ത്രീശക്തിക്ക് കീബോർഡ് പുരസ്കാരത്തിന് കീബോർഡ്. പിന്നെ ദാസേട്ടൻ വയലിൻ തന്നു, ജയറാമേട്ടൻ സാധാരണ വീണ സമ്മാനം തന്നു. പിന്നെ കസു തന്നത് ജോസി ചേട്ടൻ ആലപ്പുഴയിൽ ആദ്യം തന്നത്. പിന്നെ അച്ഛൻ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചു. പിന്നെ ദുബായിൽ നിന്ന് ഒരു ഗീത ചേച്ചി തന്നു. കസുവാണ് ഇപ്പോൾ എവിടെ പോയാലും ഞാൻ ഇതാ പറയുന്നത്. കസു എന്ന് പറഞ്ഞാൽ ചെറുതാ, കണ്ടിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. ബാഗിട്ട് കൊണ്ടുപോകാൻ സാധനമില്ല, കുഞ്ഞല്ലേ. ഗാനമേളയ്ക്കൊക്കെ വായി, കച്ചേരി നടത്തിയിട്ടുണ്ട്. ഈ കച്ചേരികളൊക്കെ നടത്തുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ടഫായിട്ടുള്ള സമയം, അപ്പൊ അതിലൊക്കെ ശരിക്കും ആ ഒരു ടെക്നിക്കാലിറ്റി ആണോ നോക്കുക, അല്ല ഇമോഷണൽ ഒരു ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? ഇമോഷണലും ഉണ്ട്, ടെക്നിക്കാലിറ്റിയും ഉണ്ട്. മറ്റേ ചില സ്വര പ്രയോഗങ്ങൾ എല്ലാം ഉണ്ട്. ഇമോഷണൽ കൂടുതൽ. ചിലവര് ടെക്നിക്കൽ പെർഫെക്ഷൻ ആണല്ലോ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ചേച്ചിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? അതിന് ഇമോഷനാണ് കൂടുതൽ. ഇമോഷണലാണ്. അതെ, എന്താണ് എൻ്റെ ഭാവം ഉൾക്കൊള്ളുക, ഭക്തിരസവും. ലിറിക്സിന് പ്രാധാന്യമുണ്ട്. അതെ അത് തന്നെ, സ്ട്രോങ് ആണ് ലിറിക്സ്. അതിനകത്ത് താരാട്ടുണ്ട്, മോട്ടിവേഷനുണ്ട്, ഫോക്കുണ്ട് അല്ലേ, ഇത്തിരി ശോകമുണ്ടല്ലേ. പിന്നെ ലാസ്റ്റ് ഉയർന്നു പോവാൻ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഗുമ്മല്ലേ. അത് തന്നെ അങ്ങനെയല്ലേ. മിക്ക സ്ഥലത്തിനും പിന്നെ ടി വിയിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു സംഭവമാണ്, ഡെഡ് ബോഡിയുടെ എന്തോ ഒരു സംഭവം ഉണ്ടായില്ല, പിന്നെ മണ്ണിടിച്ചില്ലാണോ അതിലായില്ല. അപ്പോൾ ഈ പാട്ട് ഇടുമായിരുന്നു പറഞ്ഞ്, നീ നടന്നു പോകുമോ ആ വരി ഉണ്ടെന്ന് പറഞ്ഞു. അതിലുണ്ട്. എത്ര പേര് അത് പാടിയിട്ടു, അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം കേട്ടോ. അതെ, കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മുടെ പാട്ട് എല്ലാവരും ഏറ്റെടുത്തല്ലോ, അതാണ് നമുക്ക് സന്തോഷം. ഏറ്റവും വലിയ അവാർഡ് അതാണല്ലേ. എത്ര ദിവസം എടുത്തു ആ പാട്ട് പ്ലാനിംഗ് സ്റ്റേജ് പഠിക്കാനും ഒരു ദിവസം, റെക്കോർഡിങ് ഒരു അരമണിക്കൂർ പോലും അല്ല, 1 മണിക്കൂർ പോലും എടുത്തില്ല ശരിക്കും പറഞ്ഞ്. അങ്ങനെ പുള്ളി പെട്ടെന്ന് പോയില്ല. പോവാറില്ല, ഇല്ല, പണ്ട് മുതലേ അങ്ങനെ രീതി. പിന്നെ ചില ആൾക്കാരെ
അപ്പം നന്നായിട്ട് പാടിയാലും അങ്ങനെ പിന്നെയും പാടിക്കും അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെയല്ലേ ഇപ്പം പാടി, പിന്നെ എന്നാന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എത്ര പേരോട്. പേരൊന്നും അയ്യോ പേര് പറയൂല. പുതിയ ആ ന്യൂജനോട് ആരാണ്ടുവാ, പണ്ടത്തെ ഇല്ല കേട്ടാ, ന്യൂജൻ ടീംസിനോടാ. ആരോടോ ചോദിച്ചു, അത് തന്നെയല്ലേ ഇപ്പൊ പാടി, ഇനി എന്തിനാ പിന്നെ പാടിക്കണേന്ന് ചോദിക്കും. അപ്പൊ നിർത്തും. ന്യൂജൻസ് ടീംസ് അവരും നല്ല കുഴപ്പമൊന്നുമില്ല, അടിപൊളിയല്ല. എല്ലാം പുലികളാണല്ലോ ഈ പണ്ടത്തെ, എല്ലാം പുലികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉണ്ട് തീർച്ചയായിട്ടും. ടോപ്പ് സിംഗറിലൊക്കെ എന്നാ രസമല്ലേ. ഈ റിയാലിറ്റി ഷോ വന്നതുകൊണ്ടല്ലേ എത്രയോ കഴിവില്ലാതെ ഒളിഞ്ഞു കിടക്കുന്നവരെയൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. നല്ലൊരു പരിപാടിയായിരുന്നു അല്ലേ. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർ അറിയപ്പെട്ടേനല്ലേ. ഞാൻ ഓർത്തു നേരത്തെ വേണ്ടതായിരുന്നു, പണ്ടത്തെ കാലത്തെ ഇതൊക്കെ വേണ്ടതായിരുന്നു എന്ന് തോന്നി. ജീവിതത്തില് സംഗീതമാണല്ലോ എല്ലാം മുൻപിൽ നിൽക്കുന്നത്. അത് പണ്ടേ എങ്ങനെയായിരുന്നു? അതെ, പണ്ടേ അങ്ങനെ തന്നെ. മാറ്റം എങ്ങനെ സ്കൂൾ കാലത്തും കോളേജ് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സും അങ്ങനെ ഉണ്ട്. അത് സംഗീതം അല്ലാണ്ടുള്ള ഒരു സൈഡ് ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഫ്രണ്ട്സ് ഇഷ്ടം പോലെ. വിദ്യ ഉണ്ട് കേട്ടോ. സ്കൂളിലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം കെയർ ചെയ്തു വരുന്നത് വിദ്യയുണ്ട്, അമൃത, പിന്നെ സിനി എന്നൊക്കെ പറയും, കുറേ രോഹിണിയുണ്ട്, ശാലിനിയുണ്ട്, ഹിമ, അശ്വതി കോളേജിൽ എല്ലാവരും ഫ്രണ്ട്സാട്ടോ. അവരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. ദിവ്യ, ജാൻസി എല്ലാവരും. വിദ്യയൊക്കെ ഇപ്പോഴും വിളിക്കും കേട്ടോ. വിദ്യ, അമൃതയൊക്കെ. അമൃത ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് പോയത്. വിദ്യയൊക്കെ അടിമാലിയില്ല. വിവാഹമൊക്കെ കഴിഞ്ഞ് 3 കുട്ടികളൊക്കെ ആയിട്ടിരിക്കും. ഇപ്പോഴും വിളിക്കും കേട്ടോ. നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴും അല്ലാതെ പ്രഖ്യാപിച്ചപ്പോഴും വിളിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സലീം കുമാറേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ മെയിൽ പോർഷൻസാ. പിന്നെ അടൂർ ഭവാനി ചേച്ചി ഫീമെയിൽ. ഉമ്മറിക്കയാണല്ലേ അതിനകത്ത് മെയിൻ പരിപാടി. ഉമ്മറിക്കയുണ്ട്. ജയേന്ദ്ര സാറാണ് സ്റ്റേജിൽ മിമിക്രി പറയിപ്പിച്ചത്. പിന്നെ സുരാജ് ഏട്ടൻ നമ്മുടെ കൊച്ചി രാജാവ് അല്ല മാടമ്പി സിനിമയിൽ ലാസ്റ്റ് പിള്ള കൊച്ചിട്ടാ പറഞ്ഞുണ്ട്. NN പിള്ള സാറിൻ്റെ ഒക്കെ എന്താണോ ഞാൻ മുറുകേണ്ടത്? കോവിഡ് സമയത്ത് 2 വർഷം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ ഇരുന്നതോ, എന്നിട്ടൊരു പൈസ ഇല്ലാതെ മീൻ വിൽക്കാൻ പോയതോ, എന്താണോ ഞാൻ മുറുകേണ്ടത്? പറയാൻ പാരഡി നമ്മുടെ സുധീർ പറവൂരേട്ടൻ്റെ ആരാധികയാണ് ഞാൻ. വീട് രാജപ്പൻ സർ, നാദർഷിക്ക. പിന്നെ ഇത് വീട് രാജപ്പൻ സാറിൻ്റെ ഉണ്ട് മറ്റേ പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ, അച്ഛൻ്റെയും കട്ടുണ്ടല്ലോ അമ്മയുടെയും കട്ടുണ്ടല്ലോ, ഹാഫ് വീതം 2 ഹാഫ് വീതം. കുഞ്ഞാണേ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണേ, കുഞ്ഞാണേ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണേ. പൂരാടം നക്ഷത്രത്തിൽ പൂ പോലെ പെൺകുഞ്ഞൊന്ന് പിറന്നുവല്ലോ, വീട്ടിൽ പിറന്നുവല്ലോ. കേൾക്കാറുണ്ട്. അമിട്ട് അല്ലേ, അമിട്ടുണ്ട്. അവളുടെ പാർട്സുകൾ ചികയുന്നു സുന്ദരി, അക്കിടിപ്പാക്കരൻ. എന്തൊക്കെയാണ് അഭിനയം സിനിമയിലേക്ക്. കാരണം ഇത്ര എനർജിയും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇത് വന്നിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ട് 7 ദേശങ്ങൾക്കും അകലെ. അതിൽ പിന്നെ ഇച്ചിരി പണിയാട്ടോ. കുറേ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ എനിക്ക് വട്ടായി പോകും. ഞാൻ പിന്നെ പരിപാടി നിർത്തി. വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അയാം ലോന എന്നൊരു സിനിമയിൽ റേഡിയോ ശ്രോതാവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്. അത് പിന്നെ സുഖമല്ലോ, ഒന്നും ചെയ്യണ്ടല്ലോ, ഇരുന്നാൽ പോയി. അപ്പം ഞാൻ എന്നാ ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്നിട്ടേ സമ്മതിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് മമ്മൂക്ക കഥ പറയുന്നു, ഞാൻ കേൾക്കുന്നു. ഒരു എഴുത്തുകാരിയായിട്ട് അയാം ലോന.
അതിപ്പം ഇറങ്ങും കേട്ടോ, കാണണേ. അതിൽ അഭിനയിച്ചിപ്പോൾ 7 ദേശങ്ങൾക്കും അകലെ പാടി അഭിനയിച്ചു. മൂപ്പൻ്റെ മകളായിട്ടൊക്കെ. ചാത്തന്നൂർ വിജയമാമൻ്റെ കൂടെയായിരുന്നു. വിജയമാമൻ പക്ഷേ കൈ പിടിച്ച്, എനിക്ക് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ പേടിയായിരുന്നു, സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ, സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പറയുമോ ഇല്ലയോ, അപ്പടി സംശയങ്ങളായിരുന്നു. പുള്ളി പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ കൊണ്ടുപോയി. ഞാനതുകൊണ്ട് ആരെ പരിചയമില്ലാത്തവരോടെ പോകുന്നില്ല. അവർ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലെന്നുള്ളൊരു ഭയമാണ്. ഞാൻ അച്ഛനോട് ഇപ്പം വെളിയിൽ പോകുമ്പോൾ തന്നെ ഞാൻ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ പറയും അച്ഛനും അമ്മയും കൂടെ വേണമെന്ന്. ഞാൻ വാശി പിടിക്കും. വേണം, അതെ അതെ, ഇവിടെ ഉണ്ടാവും. ഹൈദരാബാദ് വെച്ച് അച്ഛനും അമ്മയും വെളിയിൽ പോകാൻ പറഞ്ഞു അവർ ഞാൻ പറ്റിയായിരുന്നു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്താ, അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എന്താ കളിയാ പറ്റൂല എന്ന് പറയും. അച്ഛനും അമ്മയും പറഞ്ഞു പറ്റൂലെന്ന്. ഞാൻ ഇരിക്കും. അപ്പുറത്തെ മുറിയിലിരിക്കും, ഞാനകത്ത് ഇരിക്കും. പിന്നെ കൊണ്ടുവരാറാകുമ്പോൾ അവർ അച്ഛനും അമ്മയും ഒന്ന് വിളിച്ചോണ്ട് വരും. ചിലവ് ഞാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കില്ല. ജയേന്ദ്ര സാറ് കുഴപ്പമില്ല കേട്ടോ, ജയേന്ദ്ര സാറിൻ്റെ കൂടെ ഒക്കെ കൈ പിടിച്ചേ കൊണ്ടുപോകും. പിന്നെ പരിചയമുള്ള എത്രയോ പേരുണ്ട്. ഇപ്പോൾ ഗിരിജാമ്യം എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയുണ്ട്, അമ്മായിമാരുണ്ട്, ചിറ്റമാരുണ്ട്, അങ്ങനെ കൂട്ടുകാരി അമൃതയൊക്കെ, അങ്ങനെയുള്ളവരെ പരിചയമുള്ളവരുടെ കൂടെ കുഴപ്പമില്ല കേട്ടോ. അവർക്കറിയാമല്ലോ എങ്ങനെ വേണമെന്നില്ല, അവർ വർഷങ്ങളായിട്ട് ഇടപഴകിയുണ്ട്. അല്ല ഒട്ടും പരിചയമില്ലാത്തവരാകുമ്പോഴേ കുഴപ്പമുള്ളൂ. ജയേന്ദ്ര സാർക്കും കുഴപ്പമൊന്നുമില്ല, സാറിനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ. സാറിൻ്റെ പ്രോഗ്രാമിന് സാറ് തന്നെ സ്റ്റേജിൽ കൊണ്ടുപോകും, ഞാനും കൂടെ വരും, ഒന്നും പറയില്ല. പിന്നെ ദാസേട്ടനും കൊണ്ടുപോയിട്ടുണ്ട്.